ഞാനിവിടെ ഫ്ലാറ്റിൽ. മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ. ആ ഓ, ഈവനിങ് അല്ലേ? ആ ഓക്കെ, ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ. നിന്റെ കഴുത്തിലെന്തോ ഒരു പാട്? പാടോ? എന്ത് പാട്? നഖമൊക്കെ കൊണ്ടുപോലത്തൊരു പാട്. അയ്യോ, അത് മാത്രമോ കണ്ടുള്ളോ? ദേ ഇവിടെയും 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 ഒക്കെ പാടുണ്ട്. അതെ, അടുക്കളയിൽ ഒരു 5 ദിവസം പണിയെടുത്തു നോക്ക്, അപ്പം മനസ്സിലാവും. അടുക്കളയിൽ ജോലി ചെയ്താ കഴുത്തിനകത്ത് പാട് വരുമോ? ഷടാ, ഇതെന്തൊരു പാട്? ഇത് ഏത് പാടിൻ്റെ കാര്യമായി പറയുന്നേ? ഞാൻ നോക്കട്ടെ. നോക്ക്, അവിടെ അതിന്റെ സൈഡില്. ആ ഇത് ആ അടുക്കളയിലെ തുണി ഇടുന്ന ആ ഫ്രെയിം കൊണ്ടാന്നേ. ക്ലാരിറ്റി ഇല്ല. ഇത് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞത്? എന്താ? അല്ല, ഈ സ്റ്റാൻഡ് കൊണ്ടിട്ടാണോ നിന്റെ കഴുത്ത് മുറിഞ്ഞതെന്ന്? ആ, എന്നാ പിന്നെ നമുക്കേ ഇത് അടച്ചിട്ട മുറിയിലോട്ട് മാറ്റാം. അടച്ചിട്ട് മുറിയില്ലോ? അതിനകത്തെല്ലാം നിങ്ങളുടെ പഴഞ്ചമ്പാട്ട സാധനങ്ങൾ ഇരിക്കുമല്ലേ, അവിടെ സൂചി കുത്താനിടയില്ല. പഴഞ്ചം പാട്ട സാധനങ്ങളാ എടി. കേരളത്തിന്റെ കാലാവസ്ഥ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണത്. ക്ഷമിക്കണം, പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കളത്തല്ലേ, ഒരുപാട് കളത്തല്ലേ. നിന്റെ ഇതിവിടെ ഇരുന്നാ മതി, മുറിഞ്ഞോട്ട്. ലഞ്ച് മൊത്തം കഴിക്കണം കേട്ടോ. ഹലോ, എന്താ കേട്ടാ? ആ അതെ, കുറച്ച് ലേറ്റ് ആയി പോയി. വണ്ടി വന്നില്ലല്ലോ അല്ലേ? വന്നിട്ടില്ല. ഉള്ളത് നനഞ്ഞെങ്കിലേ കണക്കായി പോയി, അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇച്ചിരി കൂടുതലാണ്. രവിയേട്ടാ, രവിയേട്ടാ ഇവിടെ ഇല്ലേ? ഹലോ, രവിയേട്ടൻ ഇതെവിടാ? ഞാനിവിടെ താഴെ ഓഫീസിലാ. ആ മെയിൻ്റെനൻസ് അടയ്ക്കാൻ വന്ന. ആ ശരി. മോനെ, എനിക്ക് കഴിഞ്ഞ 2 ദിവസത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്യണം. എന്ത് പറ്റി സാർ? എൻ്റെ കാറിനൊരു സ്ക്രാച്ച്, അത് ഇവിടുന്നാണോ വന്നതെന്ന് അറിയണം. ശരി, നോക്കാം സാർ. ആ ഓക്കെ, ഞാൻ നോക്കോളാം. ശരി സാർ. ഓക്കെ. ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റായ ഭർത്താവ് ഞാനെന്ന. പിന്നീടാണ് മനസ്സിലായത് എന്നെക്കാളും പെർഫെക്റ്റായ ഒരുത്തൻ എൻ്റെ വീട്ടിൽ വരാനുണ്ടായിരുന്നു എന്ന്. ഒരു ചെറിയ പാളിച്ച മതി എല്ലാം തകടം.